ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കപ്പ കൊണ്ടുള്ള റെസിപ്പി ആയിട്ടാണ്. കപ്പ കൊണ്ടുള്ള ഒരു പാൽക്കപ്പയാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് കപ്പ തേങ്ങാപ്പാൽ വേവിച്ചതിന് ശേഷം കടുകൊക്കെ പൊടി ചേർത്തുണ്ടാക്കുന്ന റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് വെറുതെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ കറി കൂട്ടിയൊക്കെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം. പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കപ്പയാണ്. അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ വേവിക്കുന്നത് പ്രഷർ കുക്കറിൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെച്ച് വേവിക്കാം. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. ഒരു 3/4 ഭാഗം വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പിന്നെ തേങ്ങാപ്പാലിലിട്ട് വേവിക്കാനുള്ളതാണ്. ഇനി കപ്പയിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. കപ്പ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ വരാറാകുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെച്ചാൽ മതി. ഇത് കപ്പയിൽ ചേർക്കാനുള്ള തേങ്ങാപ്പാലാണ്. 2 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് തേങ്ങ ചുരണ്ടിയത് മിക്സിയിലിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത് അതിൻ്റെ കട്ടിയുള്ള പാലാണ് ഒന്നാം പാല്, അത് 1 കപ്പ്. വീണ്ടും തേങ്ങ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കുന്ന കുറച്ച് കട്ടി കുറഞ്ഞ പാലാണ് രണ്ടാം പാല്. രണ്ടാം പാല് നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പാണ്. ഞാൻ രണ്ടാം പാലിൻ്റെ ഒന്നാം പാലിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്, ചില റെസിപ്പിയിൽ ഒന്നാം പാലും രണ്ടാം പാലും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചിലർക്കത് മനസ്സിലാകാത്തവരുണ്ട്. അപ്പോൾ അവർ കമൻറ്റിലൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പ്രത്യേകം ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പാൽക്കപ്പയിൽ താളിച്ച് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത്. ഇനി നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിനാവശ്യമായ തേങ്ങയാണിത്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി കപ്പ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ കപ്പ ഈ കാണുന്ന പോലെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഈ പാകത്തിനാണ് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇനി വെള്ളത്തിൽ നിന്ന് ഒരു അരിപ്പയിലൂടെ കോരി വെള്ളമെല്ലാം കളഞ്ഞത് മാറ്റി വെക്കാം. ഇനി വേവിച്ച് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 കപ്പാണ്. ഈ കപ്പ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വെന്ത് ചെറുതായിട്ടൊക്കെ ഉടഞ്ഞ് വരണം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റിയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. നമ്മൾ തേങ്ങാപ്പാലിലിട്ട് വേവിക്കുന്നതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ തേങ്ങാപ്പാലെല്ലാം പിരിഞ്ഞ പോലെ ഇരിക്കും. കപ്പ തേങ്ങാപ്പാലിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം ഏകദേശം കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം മഴ സമയമായതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന കപ്പ അധികം വെന്തുടയാത്ത ടൈപ്പ് കപ്പയാണ്. അപ്പോൾ നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. കപ്പ നന്നായിട്ട് ഉടച്ച് ഒന്ന് കുറുകി വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാനുള്ളതാണ്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. അത് കാരണം നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ട് വേണം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. കപ്പ ടേസ്റ്റ് ചെയ്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കപ്പ ഈ കാണുന്ന പോലെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പം തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നമ്മളിതിലേക്ക് ഇനി കടുകും കൂടെയൊക്കെ വറുത്തിടുന്നുണ്ട്. അത് ഇട്ടില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല, അത്ര ടേസ്റ്റാണിത്. ഇപ്പോൾ ഒന്നാം പാൽ ചേർത്തിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കപ്പയിലേക്ക് കടുക് തളിച്ചിടാനായിട്ട് ഞാനൊരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം.
കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അയ്യോ, നമ്മുടെ പാൻ ഇത്തിരി ചെറുതായി പോയി, നമുക്ക് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തില്ലെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടെ ഒരു വലിയ പാനിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റി ഉള്ളിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഇതുപോലെ ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി ചേർക്കുമ്പോഴത്തേക്ക് കപ്പക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല കൊഴുത്ത തേങ്ങാപ്പാലിൻ്റെയും ഉള്ളിയൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിടുന്നതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ ഈ കപ്പ ഒരു അസാധ്യ ടേസ്റ്റാണ്. എണ്ണ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി ചെറുതായിട്ട് കളറെല്ലാം മാറി ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി താളിച്ചെടുത്തത് കപ്പയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അവസാനം ഇതിൻ്റെ പുറത്തേക്ക് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഉള്ളി മൂപ്പിച്ചതിൻ്റെയൊക്കെ നല്ല അസാധ്യ ടേസ്റ്റാണിത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കപ്പ നമുക്ക് മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇത് വെറുതെ തിന്നാനും അടിപൊളിയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്